പ്രിയപ്പെട്ടവരെ, സഖ്യസാഹിതി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നിന്റെ പ്രശ്നങ്ങളെ തന്റെ തൂലികയിലൂടെ ഹൃദയം തൊടുന്ന കഥകളാക്കുന്ന എഴുത്തുകാരി VK റീന. അവരുടെ അരാഗ്നി എന്ന കഥ സഖ്യസാഹിതിയിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്നു. ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കമന്റും ഷെയറും തന്ന് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യണേ. കഥ അരാഗ്നി. എഴുതിയത് VK റീന. യാത്രയിലെ ട്രാഫിക് ജാമിൽ കാർ പെട്ടെന്ന് നിന്നപ്പോഴാണ് അപർണ കണ്ണു തുറന്നത്. ഗ്ലാസ് താഴ്ത്തി പുറത്തേക്ക് നോക്കിയപ്പോൾ മുന്നിലും പിന്നിലും അനേകം വണ്ടികൾ നിശ്ചലമായിരിക്കുന്നു. സൈഡിൽ നിരത്തിന് തൊട്ടപ്പുറത്ത് ഒരു ബോർഡ് കണ്ടു. ഒരു പ്രത്യേക സമുദായത്തിന്റെ ശ്മശാന ഭൂമിയാണതെന്ന് ബോർഡ് വായിച്ചപ്പോൾ മനസ്സിലായി. നിരന്തരം ചലിക്കുന്ന ശബ്ദമുഖരിതമായ തിരക്കുള്ള നിരത്തിന് വളരെയടുത്ത നിശബ്ദമായൊരിടം. ജീവിച്ചിരിക്കുന്ന മനുഷ്യർക്കും മരിച്ചുപോയ മനുഷ്യർക്കും ഇടയിലുള്ള ദൂരം പോലെ. ട്രാഫിക് ജാമിൽ നിന്ന് രക്ഷപ്പെട്ട വണ്ടി നഗരത്തിനുള്ളിലെ ഫ്ളാറ്റിന്റെ 4ാം ടവറിലേക്ക് പ്രവേശിക്കാൻ തുടങ്ങിയപ്പോൾ സെക്യൂരിറ്റി ജീവനക്കാരൻ ഭവ്യതയോടെ മാറി നിന്നു. കറുപ്പിലും സ്വർണ്ണ നിറത്തിലും എഴുതിയ ആ ഫ്ളാറ്റിന്റെ പേര് അവൾ അത്ഭുതത്തോടെ വായിച്ചു. അരാഗ്നി. മഹാനഗരത്തിലെ ഈയൊരു ഫ്ളാറ്റിന് ആരായിരിക്കും ഇങ്ങനെയൊരു പേരിട്ടതെന്ന് അവൾ അത്ഭുതപ്പെട്ടു. പണ്ടെങ്ങോ വായിച്ച ഗ്രീക്ക് പുരാണ കഥയിൽ മാത്രമേ ആ പേര് കേട്ടിട്ടുള്ളൂ. ഗ്രീസിലെ മനുഷ്യരെ തുന്നൽ വേലയിലെ കരവിരുതുകൊണ്ട് വിസ്മയിപ്പിച്ച പെൺകുട്ടിയായിരുന്നു അരാഗ്നി. വർണ്ണക്കുപ്പായങ്ങളിലും ചിത്രവിരിപ്പുകളിലും അനങ്കവരുന്ന ദൃശ്യങ്ങളും പൂക്കളും അവൾ തുന്നിപ്പിടിപ്പിച്ചു. ആ കരവേലയിൽ ആകൃഷ്ടരായ വനദേവതമാരും അപ്സരസുകളും അവളുടെ പിന്നാലെ കൂടിയപ്പോൾ അവൾ അഹങ്കാരിയായി മാറി. ആ അഹങ്കാരം ശമിപ്പിക്കാൻ അഥിനീദേവി അവളുടെ പാറിപ്പറന്ന തലമുടി പട്ടുനൂലുകളും കൈവിരലുകൾ 8 കാലുകളുമാക്കി മാറ്റുകയും ചെയ്തു. അങ്ങനെ ചിത്രത്തയ്യലിന്റെ നടുക്ക് ഒരു 8കാലിയായി അരാഗ്നി മാറുകയും ചെയ്തുവെന്നാണ് കഥ. അവൾക്കുണ്ടായ സന്താന പരമ്പരകളാണ് ചിലന്തികൾ എന്നും കഥയിലുണ്ട്. ഓരോരോ ഭൂഖണ്ഡങ്ങളിൽ എന്ന പോലെ ഓരോരോ മുറികളിലാകാവുന്നിടത്തോളം അകലം സൂക്ഷിച്ച് താമസിക്കുന്ന ഫാമിലികളായിരുന്നു ആ ഫ്ളാറ്റിൽ. പക്ഷേ പൊതുവായ പാർക്കിലോ സ്വിമ്മിംഗ് പൂളിലോ കണ്ടാൽ പരസ്പരം ഉരിയാടാൻ അവർ മടികാട്ടാറില്ല. അഭിനവ് ഓഫീസ് വിട്ട് വരുന്നതുവരെ തനിച്ചിരുന്നാൽ മനസ്സിനെ അപ്പാടെ ഏകാന്തത കാർന്നു തിന്നുകളയുമെന്ന ഭയം അപർണയ്ക്കുണ്ടായിരുന്നു. പകൽ ആരോടെങ്കിലും ഒന്ന് മിണ്ടാൻ കൊതി തോന്നിയതുകൊണ്ടാണ് വളരെ പ്രയാസപ്പെട്ടാണെങ്കിലും അടുത്ത മുറിയിലെ ബിസിനസ്സുകാരന്റെ ഭാര്യ മെറ്റൽഡയെയും 10ാം നമ്പർ റൂമിലെ സെലിബ്രിറ്റി ഗായിക മിനോറയെയും അവൾ പരിചയപ്പെട്ടത്. ഒരു വൈകുന്നേരം അവൾ വാതിലിന്റെ ലോക്ക് മാറ്റി താഴെ പാർക്കിലേക്ക് പോകാൻ വേണ്ടി ലിഫ്റ്റിനരികിലേക്ക് നീങ്ങാൻ തുടങ്ങുകയായിരുന്നു. അപ്പോഴാണ് അടുത്ത റൂമിലെ മെറ്റൽഡയുടെ ശബ്ദം ഉയർന്നു കേട്ടത്. സ്വർണ്ണക്കിളിയെ വഴക്കു പറയുകയാണെന്ന് അപർണ തീർച്ചയാക്കി. എന്നും കേൾക്കുന്നതാണ്. ഫ്ളാറ്റിലെ മറ്റെല്ലാ റൂമിലും മണിക്കൂറുകൾ മാത്രം വീട്ടുജോലി ചെയ്തു പോകുന്ന സ്ത്രീകളാണ്. അവർ വില കൂടിയ ബൈക്കിൽ വരികയും മിനിറ്റുകൾ കണക്കാക്കി കനമുള്ള ഒരു തുക കൈപ്പറ്റുകയും ചെയ്യുന്നു. മെറ്റിൽഡയുടെ ജോലിക്കാരി സ്വർണ്ണക്കിളി പക്ഷേ അങ്ങനെയല്ല. അച്ഛനും അമ്മയും തൊഴാൻ പോയി അന്നത്തെ തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചുപോയപ്പോൾ അനാഥയായിപ്പോയ ഒരു നിരാലംബയായ പെൺകുട്ടിയാണ്. മുരുകൻ സ്വാമി സെറ്റാക്കി കൊടുത്തതാണ്. കന്യാകുമാരിയിലോ മറ്റോ ആണ്. ചോദിച്ചു വരാൻ ബന്ധുക്കൾ ആരുമില്ലാത്ത ഒരു തമിഴ് പെൺകുടി. മെറ്റിൽഡയുടെ വഴക്ക് തുടരുന്നതിനിടയിൽ അവൾ താഴെ ഇറങ്ങി. അപർണ പാർക്കിലേക്കാണോ? 10ാം നമ്പറിലെ ഗായിക മിനോറയാണ്. അതെ. റൂമിൽ തരിച്ചിരുന്ന് ബോറടിച്ചു. എങ്കിലും എന്റെ കൂടെ ഷോപ്പിങ്ങിന് വരൂ. മിനോറ ക്ഷണിച്ചപ്പോൾ അവൾക്ക് സന്തോഷമായി. മിനോറ കാർ സ്റ്റാർട്ട് ചെയ്യുമ്പോഴേക്കും നനച്ചിരിക്കാതെ ഒരു മഴ വന്നു. ബംഗാൾ ഉൾക്കടലിലെങ്ങോ രൂപപ്പെട്ട ന്യൂനമർദ്ദം ചുഴലിക്കാറ്റായും പിന്നാലെ കിതച്ചെത്തിയ മഴയായും തെരുവിനെ അപ്പാടെ കുളിപ്പിച്ചു കളഞ്ഞു. മുൻവിധികളില്ലാതെ വന്ന മഴയെ പഴിച്ചുകൊണ്ടവർ മുന്നിൽ കണ്ട പല നിറങ്ങളിൽ ജ്വലിക്കുന്ന ഒരു മാളിൽ കയറി. ചാനലിലെ ഓരോ എപ്പിസോഡിലും പുതിയ ഡ്രസ്സ് വേണമെന്ന് മിനോറയ്ക്ക് നിർബന്ധമായിരുന്നു. അവൾ വാങ്ങിയ ഭംഗിയുള്ള ഇളം നീലയും ജ്വലിക്കുന്ന വെള്ളയും കല്ലുകൾ പതിപ്പിച്ച സാരികളുടെ പ്രൈസ് ടാഗ് നോക്കിയപ്പോൾ അപർണ അമ്പരന്നുപോയി. 2 മണിക്കൂർ നേരത്തെ ടെക്സ്റ്റൈൽ ഷോപ്പിലെ പർച്ചേസ് കഴിഞ്ഞപ്പോഴാണ് ഫാൻസി സ്റ്റോറിന് മുന്നിൽ നനഞ്ഞൊട്ടി വിറയ്ക്കുന്ന സ്വർണ്ണക്കിളിയെ കണ്ടത്. ഒരറ്റത്ത് വെച്ചിരുന്ന ഹോം തിയേറ്ററിൽ മിന്നിമറയുന്ന പരസ്യങ്ങളിൽ കണ്ണുനട്ട് നിൽക്കുകയാണവൾ.
പരസ്യങ്ങളൊക്കെയും മധ്യവർഗത്തിന്റെ സങ്കല്പ ലോകത്തിൽ സ്വപ്നസൗധം പടുത്തുയർത്തുന്നവയായിരുന്നു. അമ്പലങ്ങളും പള്ളികളും പുനരുദ്ധരിച്ചാൽ കിട്ടുന്ന സൗഭാഗ്യങ്ങളെയും ചില പരസ്യങ്ങൾ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ അവിടെ എത്തിയ മാധ്യമപ്രവർത്തകൻ മിനോറയെ കണ്ടു. അവരുടെ കണ്ണുകൾ വികസിച്ചു. എല്ലാ പ്രശ്നങ്ങളുടെയും അവസാന വാക്കെന്ന നിലയിൽ സെലിബ്രിറ്റികളോട് അഭിപ്രായം ആരായുന്ന സ്വഭാവം അവർക്കുള്ളതിനാൽ ക്യാമറയും തൂക്കി മിനോറയുടെ അരികിലേക്ക് അവർ നീങ്ങി. മിനോറയോട് ചോദിച്ച ചോദ്യങ്ങൾക്ക് അവൾ എവിടെയും തൊടാതെ ഉത്തരം പറഞ്ഞ് രക്ഷപ്പെട്ടു. എനിക്ക് ഈ കാര്യത്തെക്കുറിച്ചൊന്നും അറിയില്ലെന്ന് അപർണയോട് മനസ്സ് തുറക്കുകയും പിന്നെ പരിഹാസത്തോടെ ചിരിക്കുകയും ചെയ്തു. ഏതോ ഇരുണ്ട കാലത്തേക്ക് തിരിച്ചു പോകുന്ന ശിലായുഗ മനുഷ്യരായി മാറുന്ന ജനക്കൂട്ടം അപർണയുടെ മനസ്സിൽ തെളിഞ്ഞു. മിനോറ സാരിക്ക് മാച്ച് ചെയ്യുന്ന ഫാൻസി ഐറ്റംസ് തിരയാൻ തുടങ്ങി. അന്നേരം കൂട്ടത്തിലെ ഒരു സെയിൽസ്മാൻ സ്വർണക്കിളിയിലേക്ക് തിരിഞ്ഞു. അവൾ വെണ്ണക്കല്ലിൽ കൊത്തിയെടുത്ത ഒരു ധനാഗമ ശില്പം ചൂണ്ടി ചോദിച്ചു, ഇതൊക്കെ എവളോ? 6999. സെയിൽസ്മാൻ നിസാരമട്ടിൽ പറഞ്ഞു. കൊഞ്ചം കമ്മി പണ്ണി തരുവിങ്കളാ. അവൾ മലയാളം കലർന്ന തമിഴിൽ വിലപേശി. അവന്റെ മുഖത്ത് ഒരു ചിരി പടർന്നു. പ്രൈസ് ടാഗ് ചൂണ്ടി അവൻ പറഞ്ഞു, പറ്റില്ല. പിന്നെ നിനക്കാണോ ഈ വില പിടിച്ച ശില്പം എന്ന് അതിശയപ്പെട്ടു. എനിക്കല്ല, ഞാൻ വേല ചെയ്യുന്നിടത്ത് അമ്മാവുക്ക. സ്വർണക്കിളി ശില്പം വാങ്ങി മാളിന്റെ മറ്റൊരു വശത്തേക്ക് നീങ്ങി. മിനോറയുടെ കൂടെ തിരിച്ചു കാറിൽ കയറുമ്പോൾ അവൾക്ക് സ്വർണക്കിളിയെ കൂടെ കൂട്ടണമെന്ന് തോന്നിയെങ്കിലും ഗായികയ്ക്ക് അതിഷ്ടമായില്ലെങ്കിലോ എന്ന് വിചാരിച്ചു മിണ്ടിയില്ല. മഴ ശമിച്ചിരുന്നു. സ്വർണക്കിളി ആ തിരക്കിനിടയിൽ എവിടെയോ മറഞ്ഞു. റൂമിൽ തിരിച്ചെത്തിയിട്ടും നേരിയ മഴനൂല് പോലുള്ള പെൺകുട്ടി അവളുടെ ചിന്തകളെ ചൂടുപിടിപ്പിച്ചു. അവളുടെ വിഷാദം നിറഞ്ഞ കണ്ണുകൾ എന്തുകൊണ്ടോ മനസ്സിനെ വല്ലാതെ മുറിവേൽപ്പിച്ചുകൊണ്ടിരുന്നു. ആ അസ്വസ്ഥതയിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന പോലെ അവൾ ആക്സൺ മുന്തയുടെ സാൻ മിഷേലിന്റെ കഥയെടുത്ത് പേജുകൾ മറിച്ചു. അതിസമ്പത്തിന്റെ ഭാരം കൊണ്ട് ഞരമ്പ് തളർന്നവർ വീണ്ടും ശൂന്യതയിലേക്ക് വിത്തിറക്കുന്നു. അപ്പോൾ അവൾ മെറ്റിൽഡ വാങ്ങാൻ ഏൽപ്പിച്ച ശില്പത്തെക്കുറിച്ചോർത്തു. തെളിയിക്കപ്പെടാത്ത വിശ്വാസങ്ങളിൽ കുരുങ്ങിപ്പോകുന്ന മനുഷ്യരെക്കുറിച്ചും. പുറത്ത് മഴ ശമിച്ചിരുന്നില്ല. മഴയ്ക്കും കാറ്റിനുമൊപ്പം ജാലക തിരശീലയ്ക്കപ്പുറത്ത് നിന്ന് ഏതോ ഒരു ഗാനം ഒഴുകിവന്ന് അപർണയെ തൊട്ടു. രാഗം ആഭേരിയാണെന്നും ചില ഗാനങ്ങൾക്ക് മനസ്സിനെ കരയിക്കാൻ ശക്തിയുണ്ടെന്നും അവൾക്ക് മനസ്സിലായി. ഗാനം പെട്ടെന്ന് അവസാനിച്ചു. പിന്നെ കേട്ട ശബ്ദം അപ്പുറത്തെ റൂമിലുള്ള സ്വർണക്കിളിയുടെ കരച്ചിലാണെന്ന് അവൾക്ക് തോന്നി. കൂടെ കുറെ പുരുഷന്മാരുടെ അട്ടഹാസവും കേൾക്കുന്നുണ്ടെന്ന് അവൾ സംശയിച്ചു. തോന്നലാണോ? വെറും തോന്നൽ. അങ്ങനെയാണ് എന്നാണ് അഭിനവും പറയുന്നത്. രാത്രിയിൽ മനക്കാഴ്ചയുടെ വിഭ്രാന്തിയിൽ ഉന്മത്തമായ കിനാക്കളും മതിഭ്രമങ്ങളും നിറഞ്ഞ അശാന്തിയുടെ തീരത്തുകൂടിയായിരുന്നു അവളുടെ യാത്ര. പെട്ടെന്ന് ചുറ്റും അനേകം കെട്ടിടങ്ങളുള്ള അരാഗ്നി എന്ന ഫ്ളാറ്റിലെ മുറികൾ ശില്പചാരുതയോടെ മെനഞ്ഞെടുത്ത ഒരു വലിയ ചിലന്തി വലയാണെന്നും ഫ്ളാറ്റ് ഇരകളെ പാട്ടിലാക്കാൻ ഒളിച്ചിരിക്കുന്ന ഭീമാകാരമുള്ള ഒരു ചിലന്തിയാണെന്നും അവൾക്ക് തോന്നി.